സാർ ഹലോ സാറേ. ഹലോ. ഓക്കെ ആണല്ലോ സാർ? ഓക്കെയാണ് സാറേ. ഒരു മിനിറ്റ്. ടീച്ചർ ലക്ഷ്മി ടീച്ചർ. ലക്ഷ്മി ടീച്ചർ. ടീച്ചർ കേൾക്കുന്നില്ലേ സാറേ? ഉണ്ട് ടീച്ചർ. ഇതില് ലക്ഷ്മി ടീച്ചർ. ലക്ഷ്മി ടീച്ചർ. സാർ ഓഡിബിൾ അല്ലേ സാർ? ഇപ്പം ഓഡിയബിൾ ആണ്. വീഡിയോ കാണുന്നില്ല ടീച്ചറെ? ഇടയ്ക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് എറർ വന്നിട്ട് എക്സിറ്റ് ആയി പോയായിരുന്നു. ഓ ഇപ്പൊ പറ്റുന്നില്ല ഇപ്പം? ഇപ്പൊ കുഴപ്പമില്ലല്ലോ സാർ, ഓഡിബിൾ ആണല്ലോ. ഓഡിയബിൾ ആണ്. ടീച്ചറിന്റെ വീഡിയോ വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ സാർ. സ്റ്റാർട്ട് ചെയ്യാനല്ല ടീച്ചർ? ചെയ്യാം. സാറ്. നമ്മളുടെ ഈ മാസത്തെ വെബിനാറാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ വെബിനാറിലോട്ട്. ഈ വെബിനാറിൽ ഇന്ന് പങ്കെടുക്കുന്നത് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട അക്കാഡമിഷ്യനും ഒറ്റപ്പാലം NSS കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ വി ലക്ഷ്മി മാഡമാണ്. നിരവധി വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നിരവധി പേപ്പറുകൾ അവതരിപ്പിക്കുകയും ഇന്റർനാഷണൽ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുകയും ജേണലുകളിലൊക്കെ പേപ്പറുകളൊക്കെ പബ്ലിഷ് ചെയ്യുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി മെമ്പർ എല്ലാമായിട്ടുള്ള ലക്ഷ്മി മാഡത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുനീത് കുമാർ സാറേയും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും ഒറ്റ വാക്കിൽ ഈ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വെബിനാർ നമുക്ക് ആരംഭിക്കാം. സാറേ. ടീച്ചർ തുടങ്ങാം. സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ സാർ. ഓക്കെ. വിസിബിൾ ആണോ സാർ? സ്ക്രീൻ വിസിബിൾ ആണോ?
ആ ആ വിസിബിൾ ആണ് ടീച്ചർ. ഒന്ന് ഫുൾ സ്ക്രീൻ ഒന്ന് സ്ലൈഡ് ആക്കിയാൽ മതി. ആ സ്ലൈഡ് ഷോയിലേക്ക് ആക്കാം. ശരി ഓക്കെ ശരി. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അഡോളസെന്റ് കൗൺസിലിംഗിന്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. നമ്മളുടെ ഈ ഒരു വെബിനാറിലുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് BEd സ്റ്റുഡൻസ് എല്ലാവരും തന്നെ പേഴ്സണാലിറ്റി അതേപോലെ തന്നെ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അത് കാരണം ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് അങ്ങ് കയറാം എന്നാണ് കരുതുന്നത്. നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും അഡോളസെന്റ് കൗൺസിലിങ്ങിനെ പറ്റി, അഡോളസെന്റിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം നമ്മൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കൗൺസിലിംഗിലേക്ക് കടക്കും. ഒന്ന് രണ്ട് കേസസും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ ടൂൾസ് ആൻഡ് ടെക്നിക്സ് നിങ്ങളെ പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അധികം ഇൻട്രൊഡക്ഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകാതെ തന്നെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങൾ BEdന്റെ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ സൈക്കോളജിയിൽ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഡോളസൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതുമാണ്. വളരെയധികം സ്ട്രെസ്സും സ്റ്റോമും ഒക്കെ അനുഭവിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ അഡോളസൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ കുട്ടികൾ സ്കൂളിൽ ആദ്യത്തെ ഇനിഷ്യേറ്ററി എക്സ്പീരിയൻസിന് പോയപ്പോഴും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് നിങ്ങളുടെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് പോയപ്പോഴും എന്തുകൊണ്ടാണ് സൈക്കോളജിയിൽ ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ഈ ഒരു അഡോളസൻസ് സ്റ്റേജിനെ പരിചയപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളെന്നല്ല നമ്മൾ എല്ലാവരും നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ തന്നെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു 21 മുതൽ മേളിലേക്ക് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ അഡോളസൻസ് സ്റ്റേജ് ഒന്ന് കഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അഡോളസൻസ് എന്ന് പറയുന്നത് എനോർമസ് എനർജി ഇല്ല ഈ ഒരു സ്റ്റേജ്, എന്നാൽ ഒപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിട്ട് മാറിയത് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്കുള്ള ആ ഒരു ട്രാൻസിഷന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ അഡോളസെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ന് ഈ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് അഡോളസെന്റ് കൗൺസിലിംഗ് തന്നെ എടുക്കാനുള്ള കാരണം ടീച്ചേഴ്സ് ആകാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അഡോളസെന്റ് സ്റ്റേജിലെ കുട്ടികളുമാണ്. അപ്പൊ ഇവരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് സെല്ലുകൾ അടക്കമുണ്ട്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, എന്നിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾ വേണ്ടത്ര മാനസിക ആരോഗ്യം ഇല്ലാത്തവരായിട്ടാണ് വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പല കാര്യങ്ങൾ, കുട്ടികളുടെ മാനസിക ആരോഗ്യം കൂട്ടാൻ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, പേരന്റിങ്ങിൽ ഒരുപാട് ടെക്നിക്കുകൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടും 21st സെഞ്ച്വറിയിലെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വേണ്ടത്ര മാനസികാരോഗ്യമുള്ളവരാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് അഡോളസെന്റ് കൗൺസിലിംഗിന്റെ ഒരു പ്രസക്തിയും ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തുള്ള ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് ആണ് കുട്ടികളെ വളരെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിലേക്കും വളരെ ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് ശാസ്ത്രീയമായ പഠനങ്ങളെല്ലാം തന്നെ മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് കൗൺസിലിങ്ങിന് വേണ്ടി വിധേയരാകേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു കൗൺസിലിങ്ങിന് വേണ്ടി പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് തോന്നുകയാണ് ഒരു രക്ഷയുമില്ല, ഞാൻ ഭയങ്കര ഡെസ്പായി, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ഞാൻ അട്ടർ ഹെൽപ്ലെസ്നെസ്സിലാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു കൗൺസിലറെ സമീപിക്കാം. അതേപോലെ വളരെയധികം വിഷമം, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അഡോളസെന്റ് സ്റ്റേജിന്റെ ഒരു മാർക്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ആംഗ്രിനെസ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്നുള്ള സഡൻ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്നത്
കുട്ടികളുടെ എല്ലാം പ്രത്യേകത തന്നെയാണ്. അങ്ങനെയുള്ള ഔട്ട്ബസ്റ്റുകളല്ല, അതങ്ങ് കൺസിസ്റ്റന്റ് ആവും. എപ്പോഴും തൊട്ടതിനെല്ലാം ദേഷ്യം വരുന്ന കുട്ടികൾ. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വിഷമിച്ചങ്ങിരിക്കുന്ന ആ ഒരു അവസ്ഥ മാത്രമല്ല, അതിൽ ചിലപ്പോൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ സന്തോഷിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. കൂടുതൽ സമയവും ഒരു ഡിപ്രസീവ് മൂഡിലാണ്, ഒരു സാഡ് മൂഡിലാണ്, എപ്പോഴും ആങ്ഷ്യസ് ആണ്. എന്താവും റിസൾട്ട്? ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് നെഞ്ചിടിപ്പ് വല്ലാണ്ട് കൂടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു കൗൺസിലറെ കാണേണ്ടതാണ്. അതേപോലെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അറ്റൻഷൻ സ്പാൻ പൊതുവെ പുതിയ ജനറേഷൻ്റേത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഒരു അഡൽട്ട്ഹുഡിലേക്കൊക്കെയുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമുക്കൊരു 1 hour വരെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റേണ്ടതാണ്. കാരണം അവറുകളുടെ ആ ഒരു കാൽക്കുലേഷൻ തന്നെ, സ്കൂളിലാകുമ്പോൾ ഒരു 40 minutes ആണ്, കൂടുതൽ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഒരു 1 hour ഒക്കെ ആക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 1 hour ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു 40 minute നമുക്കൊരു കാര്യത്തിലേക്ക്, ഒരു ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുന്നില്ല, നമ്മളുടെ ഫോക്കസിങ് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൗൺസിലിങ്ങിലേക്ക് പോകണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളത് സ്വയം ചിന്തിക്കാനുള്ള ഒരു കഴിവും വളരെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു സമയത്ത് ഉണ്ടാകാത്തത് കാരണമാണ് നമുക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണ്ടി വരുന്നത്. അതേപോലെ സ്വയം മുറിവുകൾ ഏൽപ്പിക്കുക, മരണത്തെ പറ്റി എപ്പോഴും സംസാരിക്കുക, ഒരു സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, എങ്ങനെയൊക്കെ സൂയിസൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു കൗൺസിലറെ വളരെ പെട്ടെന്ന് തന്നെ സമീപിക്കേണ്ടതാണ്. അതേപോലെ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറും. കുറച്ച് ഫുഡൊക്കെ കഴിക്കുള്ളൂ, പക്ഷെ ഇപ്പൊ എപ്പോഴും അങ്ങ് വിശപ്പാണ്, കുറേ അങ്ങ് കഴിക്കാനായിട്ട് തോന്നും. അല്ലെങ്കിൽ സാമാന്യം നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പൊ തീരെ വിശപ്പില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രോബ്ലം എറൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ നമ്മളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പാട്ട് കേൾക്കാനായിട്ട്, ഒരു ഉദാഹരണം പറയുകയാണെ, പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാള് എപ്പോ ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാലും പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഈ അടുത്ത സമയമായിട്ട് പാട്ട് കേൾക്കുന്നതേ ബുദ്ധിമുട്ട്, ഭയങ്കര അലർജിക് ടുവേർഡ്സ് മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇഷ്ടക്കേട്. അതായത് നിങ്ങളുടെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യത്തോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. പാട്ട് കേൾക്കുക എന്നുള്ള നിങ്ങളുടെ ബിഹേവിയറിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വന്നു. സാധാരണ ചേഞ്ച് അല്ല, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് വന്നു ബിഹേവിയറിൽ നിന്നുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണമായിട്ടാണ് അത് പറഞ്ഞത്, ബിഹേവിയറിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്തോ ഒരു പ്രോബ്ലത്തിന്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു കൗൺസിലിങ്ങിലേക്ക് പോകാം. അതേപോലെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായിട്ട് തോന്നുക, എല്ലാവരിൽ നിന്നും നമ്മളെ അങ്ങ് മാറ്റി, അതായത് സാധാരണ ഫാമിലിയിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമായിരുന്നു, പക്ഷെ ഈ അടുത്തിടെയായിട്ട് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, ഫ്രണ്ട്സിനെ ആരെയും കാണണ്ട, ഇങ്ങനെ ഐസൊലേറ്റഡ് ആവാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നുണ്ട്, നമ്മളുടെ കുട്ടികളിൽ ആ ഒരു ടെൻഡൻസി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കാം. അതേപോലെ തന്നെ ഹലോ അശ്വതി, ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ ഗ്രേഡ്സിൽ, കുട്ടികളുടെ ഗ്രേഡ്സ് പെട്ടെന്ന് തന്നെ കുറയുന്നു, മാർക്ക് വല്ലാണ്ട് കുറയുന്നു, ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് ഒരു പ്രശ്നത്തിന്റെ തുടക്കം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഈ മാർക്ക് കുറയുന്നത്. അതൊരു പക്ഷേ കുട്ടിയുടെ പ്രശ്നമാവണമെന്നില്ല, സ്കൂളുമായി ബന്ധപ്പെട്ട പ്രശ്നമാകാം, പിയർ ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആവാം. അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പ്രോബ്ലം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ മൂഡ് സ്വിങ്സ്, അതായത് നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരുമായിട്ട് ഒന്ന് കൂട്ടായിട്ടിരിക്കണമെന്ന് തോന്നുന്നു, പക്ഷെ ആ കൂട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ, ആ ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് ഐസൊലേറ്റഡ് ആവണം. ഇങ്ങനെ ഉള്ള ഉൾവലിയലുകൾ, സ്വിങ്സ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ നമ്മളുടെ കുട്ടികളിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കൗൺസിലിങ്ങിന് വിധേയരാക്കേണ്ടതാണ്. നമ്മൾ ടൂൾസ് ആൻഡ് ടെക്നിക്സിലേക്ക്, അപ്പൊ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താം കേട്ടോ. നമ്മൾക്കും ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾ സൈക്കോളജി കുറച്ചൊക്കെ പഠിച്ചു വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേയൊക്കെ സ്വയം അനലൈസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി എന്തൊക്കെയാണ് നമുക്ക് കൗൺസിലിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്നുള്ളതാണ്. കൗൺസിലിങ്ങിലേക്ക് പോകുമ്പോൾ ആദ്യമായി ബിൽഡ് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു റാപ്പോ ആണ്. ആ റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട്
കൗൺസിലറും കൗൺസിലിംഗും തമ്മിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആണ് ഈ കൗൺസിലറുടെ അടുത്ത് എന്നുള്ള ഒരു വിശ്വാസം. ഇയാൾ എനിക്ക് ഹാംഫുൾ ആയിട്ടുള്ള യാതൊന്നും തന്നെ ചെയ്യില്ല, ഇയാൾ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൗൺസിലറിന്റെ അടുത്ത് കൗൺസിലിംഗ് ഉണ്ടാവണം. അപ്പം നമ്മൾ അധ്യാപകരെ സംബന്ധിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് എൻ്റെ ടീച്ചറുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ സാറിന്റെ അടുത്ത് ഞാൻ സേഫ് ആണ്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയാം എന്നുള്ള ഒരു ബോണ്ട് നമ്മുടെ കുട്ടികളുമായി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അധ്യാപകർ എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. അപ്പം അധ്യാപകർ എന്നുള്ള നിലയിലും ഒരു കൗൺസിലർ എന്നുള്ള നിലയിലും എങ്ങനെയാണ് നമ്മളുടെ റോൾസ് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഒരു കൗൺസിലർ വളരെ ഒഫീഷ്യലി ഉള്ള ഒരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ റാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളുടെ ക്ലാസ് റൂമിലെ ഇന്ററാക്ഷൻസിലൂടെയും ക്ലാസ് റൂമിന് പുറത്തുള്ള നമ്മളുടെ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെയുമാണ് ഈ ഒരു റാപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ കുട്ടി എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഈ അടുത്ത ബന്ധമുള്ള ടീച്ചറുടെ അടുത്തേക്ക് വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പറയും. അല്ലെങ്കിൽ പറയത്തക്ക വിധത്തിലുള്ള ഒരു ആത്മബന്ധം നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയുമായും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ നമുക്ക് നോക്കി ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാം, എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖം ഒന്ന് വാടി, അല്ലെങ്കിൽ എന്നും ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ച് പുരുകമൊക്കെ കൂർപ്പിച്ച് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടി ഇന്നത്ര ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ദർ ഇസ് എ പ്രോബ്ലം. അതൊരു 3-4 ദിവസം അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ആ കുട്ടി നമ്മുടെ അടുത്ത് വരണം, അല്ലെങ്കിൽ നമുക്ക് ആ കുട്ടിയെ വിളിച്ചിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നോക്കി വാച്ചയിലൊക്കെ നോക്കിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല. യു ഷുഡ് ആക്റ്റീവ് ലിസണിങ് ഉണ്ടാവണം. നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഈ കുട്ടി പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കണം. അവനവന്റെ ഒരു വിഷമം പറയുമ്പോൾ ഓ ഇതൊക്കെ എന്തിരിക്കുന്നു എന്നുള്ള രീതിയിലല്ല, അവന്റെ ആ ഫീലിങ്സിനെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള രീതിയിൽ ആണോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു എംപത്തറ്റിക് കൺസിഡറേഷനിൽ കുട്ടി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കുട്ടിയെ ബോധ്യപ്പെടുത്തി തന്നെ അത് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി ഈ കുട്ടി പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നേരെ സ്റ്റാഫ് റൂമിൽ ഊണ് കഴിക്കുന്ന സമയത്ത് അറിഞ്ഞോ ടീച്ചറെ ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടിക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത് നോട്ടീസ് അടിച്ച് നമ്മൾ ഇറക്കാനും പാടില്ല. ഷുഡ് ബി കോൺഫിഡൻഷ്യൽ. ഒരു കൗൺസിലറും കൗൺസിലിംഗും തമ്മിലുള്ള ഒഫീഷ്യൽ ബന്ധത്തിലെ കോൺഫിഡൻഷ്യാലിറ്റി പോലെ തന്നെ അധ്യാപകന്റെ അടുത്ത് അല്ലെങ്കിൽ അധ്യാപികയുടെ അടുത്ത് കുട്ടി വന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഈ കുട്ടി പറഞ്ഞ പ്രശ്നങ്ങൾ ഓ ഇവൾ ഇങ്ങനെയൊക്കെയാ അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെയാ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ജഡ്ജ്മെന്റലായിട്ട് നമ്മൾ ഒന്നും തന്നെ വിചാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആ കുട്ടിയുടെ ആ വ്യക്തിത്വത്തെ അത് എന്ത് തന്നെയും ആയിക്കോട്ടെ അതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി കൗൺസിലർക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും ഉണ്ട്. അധ്യാപകരുടെ ഒരു റോള് തന്നെയാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുട്ടിയുടെ ചിന്തകൾ, കുട്ടിയുടെ എക്സ്പീരിയൻസുകൾ, ഇതൊക്കെ എൻ്റെ പ്രായത്തിൽ എത്ര കണ്ടതാ എന്നുള്ള രീതിയിലല്ല ആ കുട്ടി കടന്നു പോകുന്ന, ആ കുട്ടി എന്നല്ല ഏതൊരു വ്യക്തിയും കടന്നു പോകുന്ന എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് അത് അയാളുടെ മാത്രം എക്സ്പീരിയൻസ് ആണ്. ഈവൻ സെയിം സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ പോലും ആ കുട്ടി സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വ്യക്തി സഫർ ചെയ്യുന്നതും നമ്മൾ സഫർ ചെയ്തതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഒരേ കാര്യത്തെ തന്നെ 2 പേർ പെർസീവ് ചെയ്യുന്നത് 2 തരത്തിലായിരിക്കും. അത് നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനനുസരിച്ചിട്ടും നമ്മളുടെ ഒരു മെന്റൽ സ്ട്രെങ്തിനനുസരിച്ചിട്ടും ഒക്കെ കാര്യങ്ങൾ മാറാം. ഒരു ഇമ്മീഡിയറ്റ് റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും നമ്മളെ വേർപിരിഞ്ഞ് പോകുമ്പോൾ കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു പാനിക് അറ്റാക്ക് പോലെ കുട്ടിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ അമ്മയും മരിച്ചുപോയല്ലേ, അന്ന് ഞാൻ ഇത്രയൊന്നും സഫർ ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അതിനെ കാണാനായിട്ട് പാടില്ല. ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് മാത്രം അവകാശപ്പെട്ട എക്സ്പീരിയൻസ് ആണെന്നും അതിനെ ആ ബഹുമാനത്തോടു കൂടി ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. അങ്ങനെ ഒരു നല്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തെ ആദ്യത്തെ ഘട്ടം. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി, കണ്ണിലേക്ക് തന്നെ നോക്കി വളരെ കീനായിട്ട് ശ്രദ്ധിക്കണം. അതിനിടയിൽ നമ്മൾ അപ്പുറത്ത് എന്താ പറയുന്നത് ഇങ്ങനെ ഒന്നും നോക്കാനായിട്ട് പാടില്ല. നമ്മൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട്.
പ്രത്യേകിച്ചും ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം, അതായത് സൈക്കോളജി ഒക്കെ പഠിച്ച് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ഒരാളെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, ആളുടെ ഹിസ്റ്ററി എടുക്കുന്നതിനൊപ്പം തന്നെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യും. അപ്പൊ ആ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനകത്ത് ഈ ആളുകളുടെ നടത്തം അതായത് ബോഡി ലാംഗ്വേജ്, നടത്തം എങ്ങനെയാണ്, അയാൾ ഇരുന്നത് എങ്ങനെയാണ്, അയാളുടെ ബിഹേവിയർ എന്തൊക്കെയാണ്, അയാളുടെ കണ്ണിന്റെ കൃഷ്ണമണികൾ എങ്ങോട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോ ചലിച്ചത്, നമുക്ക് അയാള് ഐ കോണ്ടാക്ട് തരുന്നുണ്ടോ, ഇയാളുടെ തോട്ട് പ്രോസസ്, അതായത് ഈ സംസാരിക്കുന്ന സമയത്ത് തോട്ട് പ്രോസസ് ആൻഡ് തോട്ട് പാറ്റേൺ എങ്ങനെയാണ്, ഇയാളുടെ കൊഗ്നീഷൻ എങ്ങനെയാണ്, ഇയാളുടെ അതായത് കൊഗ്നീഷൻ എന്ന് പറയുമ്പോൾ അയാളുടെ ഇന്റലിജൻസ്, മെമ്മറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ സ്പേസ് ടൈം ഓറിയന്റേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആളുടെ മുന്നിൽ ഇരുന്നിട്ട് എഴുതാനും പറ്റില്ല. നമ്മൾ ഇത് ഫുൾ ആളെ ഒബ്സർവ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കേണ്ടുന്ന കാര്യം. അതുപോലെ ഡിലൂഷൻസ് ഉണ്ടോ, ഹാലൂസിനേഷൻസ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുവഴിയാണ് നമ്മൾ ഏത് ഡിസോർഡർ ആണ് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ ഒരു ലിസണിങ് ടെക്നിക് അല്ലെങ്കിൽ ഒബ്സർവിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗൺസിലിംഗ്. അതുപോലെ അധ്യാപകർ കൗൺസിലേഴ്സ് ആകുന്ന സമയത്തും കുട്ടിയുടെ ഇമോഷൻസും ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടി സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ നമുക്ക് വേണ്ടുന്ന കീ പോയിന്റുകളിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അതേപോലെ അവരുടെ പെർസ്പെക്റ്റീവ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ബിഹേവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. അതുപോലെ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് കൗൺസിലി വന്നു കഴിയുമ്പോൾ നമ്മൾ പേരെന്താ, എവിടുന്നാ വന്നേ, ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ചോദിക്കേണ്ടുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ആയിരിക്കണം. കഴിവതും ഓപ്പൺ എൻഡഡ് ആയിരിക്കണം കോൺവെർസേഷൻസ്. നിങ്ങൾ ഇന്റർവ്യൂ എന്ന് പറയുന്ന ടെക്നിക്ക് പേഴ്സണാലിറ്റിയിൽ പഠിച്ച സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് പഠിച്ചിട്ടുണ്ടാവും. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇവിടുത്തെ കൗൺസിലിംഗിന്റെ സെഷനിലെ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് കഴിവതും ഓപ്പൺ എൻഡഡ് ആവണം. തീരെ കോപ്പറേറ്റ് ചെയ്യാത്ത ക്ലയൻസിന്റെ അടുത്ത് മാത്രമാണ് നമ്മൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കാരണം അവർ തീരെ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ കുട്ടി ഇങ്ങോട്ട് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ് കിട്ടും. ഇപ്പൊ ഈ വീണ് കിട്ടുന്നതിന്റെ ഒരു ഉദാഹരണം പറയാം. ഒരു കേസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും അവരുടെ പേരിന്റെ ആദ്യത്തെ ആൽഫബറ്റ് മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പൊ R എന്ന് പറയുന്ന ഒരു കേസ്, ഇത് അഡോളസെന്റ് അല്ല, പക്ഷെ അഡോളസെന്റ് സ്റ്റേജിൽ സംഭവിച്ച ഒരു പ്രശ്നമാണ് പിന്നീടത്തെ ഒരു പ്രോബ്ലം ആയിട്ട് മാറി. ഇപ്പൊ R എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഓക്കെ. അപ്പൊ R എന്ന് പറയുന്ന ടീച്ചർ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിയെ നടക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് വരുന്നത്. 2 മക്കള് 2 സൈഡിൽ നിന്നും പിടിച്ചും കൊണ്ടാണ് ടീച്ചറെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ടീച്ചർ ഒരു സഞ്ചിയല്ല കേട്ടോ, ഒരു ബാഗ്, ആ ബാഗ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചും കൊണ്ടാണ് വരുന്നത്. 2 കൈ കൊണ്ടും അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചും കൊണ്ടാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ഇരുന്നിട്ട് പറയുന്ന ഡിലൂഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പറയുന്നതൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ടീച്ചർ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ഒരു ചെറിയ കുഞ്ഞിനെ പറ്റിയിട്ടാ പറയുന്നേ. എനിക്ക് വേഗം പോണം, അവൾ അവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എളുപ്പം ചെല്ലണം. അപ്പോ അങ്ങനെ ഒരു കുട്ടിയെ വീട്ടിൽ അറ്റ് പ്രസന്റ് ഇല്ല, അവൾ അവിടെ നിൽക്കുകയാണ്, അവൾ ഒറ്റയ്ക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ പറയാ. എന്നിട്ട് പറയാം എനിക്ക് ഒരുപാട് ചെടികളുണ്ട്. ആ കോൺവെർസേഷൻ തന്നെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാണ്. എനിക്ക് ഒരുപാട് ചെടികളുണ്ട്, ഒക്കെ ഹസ്ബൻഡ് മേടിച്ചു തരുന്ന, എന്റെ ഹസ്ബൻഡിനോട് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് എവിടെയാ പഠിച്ചേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോ BEd ഒക്കെ കഴിഞ്ഞതാ. അപ്പൊ BEdന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ആളുടെ മാരേജ് ആയ സമയത്ത് ഡിഗ്രി ഫൈനൽ ഇയർ ആണ് മാരേജ്. 2 പേപ്പർ ഞാൻ തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെത്താനെ പഠിച്ച് ആ 2 പേപ്പറും ക്ലിയർ ചെയ്തു. അപ്പൊ ആ സമയത്താണ് അച്ഛൻ എന്നെ TTCക്ക് വിട്ടു. അപ്പൊ TTCക്ക് പഠിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കൺസീവ് ചെയ്തത്. അച്ഛൻ എനിക്കൊരു കോസ്റ്റഡി മേടിച്ചു തന്നായിരുന്നു. ആ കോസ്റ്റഡി വലിയ ഗുണമൊന്നുമില്ല, എന്നാലും ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു.
മോനുണ്ടായി, മോനെയും കൊണ്ട് ഞാൻ പഠിച്ചു. അച്ഛൻ എന്നെ ഭയങ്കര സ്നേഹമാണ്, അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോള് ഞാനാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെയാണ് ഈ അമ്മ സംസാരിക്കുന്ന മുഴുവൻ ഇതാണ്. ഇവരുടെ ആക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവരുടെ മകൻ ഇപ്പൊ ഇവരുടെ കൂടെയില്ല. മകൻ ഒരു കുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ഇദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മകന്റെ ഈ അഫെയർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നു. പക്ഷെ മകൻ സ്നേഹിച്ച കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. ഇവർക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനോട് ഈ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഈ അപ്പൂപ്പൻ തീരെ തന്നെ കുഞ്ഞിനെ അടുപ്പിക്കില്ല. അപ്പൊ കുഞ്ഞിനോട് വളരെ മോശമായി, അതായത് ഈ പൂച്ചക്കുട്ടിയൊക്കെ തട്ടിക്കളയുന്ന പോലെ ഈ കുഞ്ഞിനെ തട്ടിക്കളയുന്നത് കണ്ടിട്ട് മരുമകള് കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് പോയി. കൂടെ മകനും അങ്ങ് പോയി. അപ്പൊ ഈ മകനായിരുന്നു ഈ അമ്മയുടെ ബലം. അതായത് TTCക്ക് പഠിക്കുമ്പോൾ ജനിച്ച മകനാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇയാൾ 5 വർഷം കൂടുമ്പോഴേക്കേ വരാറുള്ളൂ. അപ്പൊ ഇങ്ങനെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന മകൻ തന്നിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയപ്പോഴുള്ള പ്രോബ്ലമാണ് ഈ അമ്മയ്ക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക്, ഈവൻ അമ്നേഷ്യയുടെ വരെ സിംറ്റംസ് ഉള്ള രീതിയിലേക്ക് ഈ അമ്മ മാറാനായിട്ട് ഇടയായത്. അപ്പോ ഇതിനകത്ത് ഈ വീണ് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഹസ്ബൻഡിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ആക്ച്വലി അത് അല്ല സത്യം. അയാളുടെ മാത്രം കാര്യങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നു. ഇവർക്ക് വേണ്ട കെയർ കൊടുക്കുന്നില്ല, ഇവരുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ മനസ്സിലാക്കുന്നില്ല. അതായിരുന്നു വാസ്തവം എന്നുള്ളത്. രണ്ടാമത് വീണ കിട്ടിയ കാര്യം, അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടി ഞാനാണ്. സത്യത്തിൽ അതുമല്ല സത്യം. ഇവർക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ ആള് പട്ടാളത്തിൽ ജോലി കിട്ടിയിട്ട് പോയി. ഇയാൾ അവിടുന്ന് എഴുതുന്ന കത്തുകൾ ഈ അച്ഛന്റെ കയ്യിൽ കിട്ടിയിട്ട് അച്ഛൻ ഈ കത്തൊന്നും അവരെ കാണിച്ചിട്ടില്ല. അല്ലാതെ ഇവരെ വേറൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് വിടുകയായിരുന്നു. അപ്പൊ അതിനിടെ വന്ന വേറൊരു സെന്റൻസ് ഉണ്ട്, അച്ഛൻ എനിക്കൊരു കോസഡി വാങ്ങി തന്നിരുന്നു. TTCക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കോസഡി വാങ്ങി തന്നിരുന്നു. അത് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അച്ഛൻ എനിക്ക് തന്നതാണ് ഈ ഹസ്ബൻഡിന്. വലിയ സുഖമൊന്നും ഇല്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ഈ കിട്ടുന്ന, ഇതിപ്പോ അവരോടുള്ള കോൺവെർസേഷനിൽ നിന്ന് മാത്രമല്ല കേട്ടോ, അവരുടെ മകൻ ഈ മുഴുവൻ കാര്യങ്ങൾ, അവരുടെ ഈ കാര്യങ്ങൾ മുഴുവൻ മകൻ അറിയാം. ആ മകനോട് നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നും, സിബ്ലിങ്സിനോട് സംസാരിക്കുന്നതിൽ നിന്നും, ഹസ്ബൻഡുമായി സംസാരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ പ്രോബ്ലം തോന്നുന്ന, അതായത് ഇങ്ങനെ എടുത്തു പറയുന്ന സെന്റൻസുകളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതായത് ഈ കോൺവെർസേഷന്റെ നോർമൽ ഫ്ലോയിൽ പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതല്ലാതെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ വരുന്ന കാര്യങ്ങളെ നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ കഴിവതും ഒരു ഓപ്പൺ എൻഡഡ് കോൺവെർസേഷൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടാതെ പല കാര്യങ്ങളും അതിൽ നിന്ന് വീണ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഓപ്പൺ എൻഡഡ് കോൺവെർസേഷൻസ് ആണ്. ഇപ്പോ നമ്മളുടെ ഫ്രോയിഡിന്റെ പ്രീ അസോസിയേഷൻ ടെക്നിക്കിലൊക്കെ ഉണ്ടല്ലോ, സ്വതന്ത്രമായിട്ട് അവരെ സംസാരിക്കാനായിട്ട് വിടുക. അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞോട്ടെ. ആ സമയത്ത് നമുക്ക് ലലബീസ് ഉണ്ടോ, എക്കോലാലിയ ഉണ്ടോ, ഫ്ലൈറ്റ് ഓഫ് തോട്ട്സ് ഉണ്ടോ, അതായത് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ വേറൊന്നിലേക്ക് തോട്ട്സ് പോകുന്നുണ്ടോ, ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടോ, റിപ്പീറ്റ് ചെയ്ത് ഒരേ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവിടെ ഒബ്സഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഓപ്പൺ എൻഡഡ് കോൺവെർസേഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നോൺ വെർബൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആളിങ്ങനെ കൈ കെട്ടി വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് ആണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യവും ഉള്ളിലേക്ക് കയറുന്നില്ല എന്നുള്ളത്. കാല് ക്രോസ് ചെയ്താണോ, കൈ ക്രോസ് ചെയ്താണോ ഇരിക്കുന്നത്, അപ്പൊ ഒരു ഓപ്പൺ പോസ്ചർ ആണോ ആളുടേത്, ആള് നേരെയാണോ ഇരിക്കുന്നത്, സൈഡിലോട്ട് ചരിഞ്ഞിട്ടാണോ, ചാരിക്കിടന്നുകൊണ്ടാണോ സംസാരിക്കുന്നത്, കുറച്ച് ഈസി ആയിട്ട് പുറകോട്ട് ചാഞ്ഞാണോ സംസാരിക്കുന്നത്, ഒന്ന് സ്ലൈറ്റ് ഇങ്ങനെ മുന്നോട്ട് ബെൻഡ് ചെയ്തിരുന്നിട്ടാണോ സംസാരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ നേരത്തെ പറഞ്ഞ ഐ മൂവ്മെന്റ്സ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചപ്പോൾ ഐബോൾ മൂവ്മെന്റിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടെഡി എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോ ആ സിനിമയിലെ ഹീറോ ഐ മൂവ്മെന്റ് വെച്ചിട്ട് കള്ളമാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണോ, മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്, അതേപോലെ കൈ വിയർക്കുന്നുണ്ടോ, എവിടെയെങ്കിലും ഇങ്ങനെ തെരിപ്പിടിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും ടിക്സ് ഉണ്ടോ, അതായത് ഇങ്ങനെ മൂക്ക് ഉറപ്പിക്കുക, കണ്ണിങ്ങനെ ആക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിക്സോ മാനറിസംസോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു
കോൺവെർസേഷനിൽ നിന്നും ആ ഒരു എന്താ പറയാ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ആളെ ഇന്റർവ്യൂ ചെയ്ത് ആളുടെ കൂടെയുള്ള ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി എടുക്കാന്ന് പറയുമ്പോൾ പേഴ്സണൽ ഹിസ്റ്ററി എടുക്കും, മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും, ഫാമിലി ഹിസ്റ്ററി എടുക്കും, വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടോ എന്നുള്ള ഫാമിലി ഹിസ്റ്ററി എടുക്കും, ആളുടെ സോഷ്യൽ ഹിസ്റ്ററി എങ്ങനെയാണ്, സോഷ്യൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കും. ഒപ്പം മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും ചെയ്തതിന് ശേഷമാണ് ഒരു കൗൺസിലർ ഏത് തെറാപ്പി വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പേഴ്സണാലിറ്റിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പേഴ്സണാലിറ്റിയിൽ, ഇന്റലിജൻസിൽ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇൻബ്ലോ ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകൾ, അതായത് നോർമലി കാണുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതൽ കാണുന്ന ആൾക്കാരെ ന്യൂറോട്ടിക് ആണോ സൈക്കോട്ടിക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടുന്ന ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇന്റലിജൻസ് നോർമൽ ആണോ എന്നറിയാൻ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസോ അങ്ങനെ ഏതെങ്കിലും ഇന്റലിജൻസ് ടെസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കുട്ടിയുടെ കരിയർ കൗൺസിലിംഗ് അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് വരുന്നതെങ്കിൽ കരിയർ റെക്കോർഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റെക്കോർഡ്, ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇവരുടെ താല്പര്യങ്ങൾ, കൗൺസിലിങ്ങിന് തന്നെ പല വകഭേദങ്ങളുണ്ടല്ലോ, തെറാപ്പി മാത്രം ആവണമെന്നില്ല, അത് കരിയർ കൗൺസിലിങ്ങിലേക്ക്, വൊക്കേഷണൽ കൗൺസിലിങ്ങിലേക്ക് ഒക്കെ പോവാം. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ രീതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കും. അപ്പൊ തെറാപ്പീസിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന, ഇത്രയല്ല കേട്ടോ, ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് തെറാപ്പീസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇതാണ് കൂടുതലായിട്ടും ഇപ്പൊ CBT ആണ് കൂടുതൽ പ്രാക്ടീഷണേഴ്സും യൂസ് ചെയ്യാറുള്ളത്. ഒക്കുപേഷണൽ തെറാപ്പി യൂസ് ചെയ്യും, ആർട്ട് ആൻഡ് ഡ്രാമ, ആനിമൽ അസിസ്റ്റഡ് ഫാമിലി തെറാപ്പി, രാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, ഔട്ട്ഡോർ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഇതിലൊരു 3 എണ്ണം പ്രധാനമായിട്ട് പറയാമെന്ന് വിചാരിക്കട്ടെ. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഫാമിലി തെറാപ്പിയും കുറച്ച് ആർട്ട് ആൻഡ് ഡ്രാമയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ CBT എന്നാണ് ഈ ഒരു ടെക്നിക്കിന്റെ പേര്, ഷോർട്ട് ഫോം. അപ്പൊ ഈ തെറാപ്പി പറയുന്ന ആ പേര് പോലെ തന്നെയാണ്, കോഗ്നീഷൻ, ബിഹേവിയർ, ഇത് രണ്ടും കൂടെ മാറ്റുന്ന ഒരു തെറാപ്പി എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അതായത് നമ്മളുടെ ബിഹേവിയർ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിഹേവിയർ നിങ്ങളൊന്ന് എടുത്തിട്ട് അനലൈസ് ചെയ്ത്, ആ ബിഹേവിയറിന് മുന്നിൽ ഒരു ചിന്തയുണ്ടാവും. ആ ബിഹേവിയർ നമ്മൾ പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുന്നേ ഒരു തോട്ട് ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, നമ്മൾ സൈഡിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ കോളേജിലേക്ക് കയറി വരികയാണ്, നിങ്ങൾ അവിടെ സൈഡിൽ വരാന്തയിൽ നിൽക്കുന്നുണ്ട്. ഈ ഫ്രണ്ട് നിങ്ങളെ കണ്ടു എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണ, കണ്ടു, പക്ഷെ ഒന്നും മിണ്ടാതങ്ങ് പോയി. അപ്പൊ പെട്ടെന്ന് ഉണ്ടാകാവുന്ന 2-3 തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരെ ആയിരിക്കും ആ ഫ്രണ്ട് എന്നെ കണ്ടില്ല പോയി എന്ന് വിചാരിക്കും. ചിലര് ചിന്തിക്കുന്നത് കണ്ടോ, അല്ലെങ്കിലും അവൾക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവൾ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്. അപ്പൊ അവിടെ ഒരു തോട്ടാണ് വന്നത്, ഒരു ആക്ഷൻ അവിടെ നടന്നു. ആ നടന്ന ആക്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് കടന്നുപോയി എന്നുള്ളതാണ്. ആ ഫ്രണ്ട് ശ്രദ്ധിക്കാതെ കടന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ഒരു തോട്ട് വരികയാണ്, ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് ഉണ്ടായി. ആ ഇവന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു തോട്ട് ഉണ്ടായി. ഈ തോട്ട് എന്താവും മാറും, ഒരു ബിഹേവിയർ ആയി മാറും. നമ്മൾ ഈ ഫ്രണ്ടിനെ കണ്ടാൽ പിന്നെ മുഖം ഇങ്ങനെ തിരിച്ചിട്ടങ്ങ് പോകും. അപ്പോ ആ ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് നമ്മളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാക്കി, ആ ചിന്ത ഒരു ബിഹേവിയറിന് കാരണം. ഇനി ഇങ്ങനത്തെ ബിഹേവിയർ കൂടുമ്പോൾ ആ ബിഹേവിയറിൽ നിന്ന് തോട്ട് വരാം, ആ തോട്ടിൽ നിന്ന് ഇമോഷൻസ് വരാം. ഇങ്ങനത്തെ രീതിയിൽ ഒരു സൈക്ലിക് ആയിട്ട് ഈ തോട്ട്, ഇമോഷൻ, ബിഹേവിയർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ക്ലബ് ചെയ്തിട്ട് പോകും. ഇപ്പൊ ഈ തോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകൾ നമ്മളുടെ ഉള്ളിലുണ്ടാവും. ഈ ചിന്തകളാണ് നമ്മളുടെ പല ബിഹേവിയറിന് കാരണമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ചിന്തയെ മാറ്റിക്കഴിഞ്ഞാൽ, ഈ ബിഹേവിയറിന് കാരണം ചിന്തയായതുകൊണ്ട് ചിന്തയെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റാം, ബിഹേവിയർ മാറ്റാം എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ എന്നുള്ള ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് കാര്യം. നമ്മളുടെ തോട്ട്സിനെ മാറ്റുന്നു, തോട്ട് പാറ്റേണിനെ മാറ്റുന്നു. അതായത് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്നത് ഓവർ ജനറലൈസേഷൻസ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കണ്ട്, ഇപ്പൊ ഈ ഫ്രണ്ടിന്റെ കാര്യം കണ്ടാൽ തന്നെ അവൾ ഒരു സംഭവമേ ഉണ്ടായുള്ളൂ, അവൾ അന്ന് നമ്മളെ കണ്ടിട്ട് നോക്കാതെ കയറിപ്പോയി, അത് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിലും അവൾക്ക് എന്നെ
ഇഷ്ടമല്ല എന്നുള്ള ഒരു ജനറലൈസേഷനിലേക്ക് നമ്മൾ അങ്ങ് മാറാം. രണ്ടാമത്തെ ഒരു കാര്യം പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിച്ചാലേ അത് സംഭവിക്കും. ഞാൻ ഈ 7 യൂണിറ്റും പഠിച്ചു തീർത്തെങ്കിൽ മാത്രമേ എനിക്ക് എക്സാം ജയിക്കാൻ പറ്റൂ. ഏത് പൊട്ടനും അറിയാം 7 യൂണിറ്റും പഠിച്ചിട്ടൊന്നും മാത്രം എക്സാം ജയിക്കുള്ളൂ എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിനകത്ത് പ്രോബിലിറ്റി ഒരു 2-3 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം കൂടുതൽ വരാനാണ്. അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എക്സാം ഒക്കെ ജയിക്കാം. പക്ഷെ ചില മനുഷ്യരുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഈ 7 എണ്ണവും പഠിച്ചെങ്കിൽ മാത്രമേ ഞാൻ എക്സാമിന് ജയിക്കുള്ളൂ, അല്ലെങ്കിൽ ടീച്ചർ ആ ചോദ്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മോഡൽ എക്സാമിന് എനിക്ക് ഇത്രയും മാർക്കേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു. ഇങ്ങനെയൊക്കെയുള്ള, അതിന് വഴി കാക്കയെ കണ്ടാൽ ഞാൻ തോറ്റു എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ചിന്തകൾ, കുറെ ഫാൾസ് ബിലീഫ്സ് നമ്മളുടെ ബിഹേവിയറിനെ അപ്പോഴേക്കും നമ്മൾ അങ്ങ് ഡെസ്പ് ആകും, ഡൗൺ ആകും, ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, അതാണ് അതിന് ഉപയോഗിക്കുന്ന സയന്റിഫിക് വേർഡ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. ഇങ്ങനെയുള്ള ഓവർ ജനറലൈസേഷൻസ്, മിനിമലൈസേഷൻ, ഓൾ ഓർ നത്തിങ് ഫീലിങ്സ്, പിന്നെ എല്ലാം എന്റെ തെറ്റാണ്, പേഴ്സണലൈസേഷൻ, ഓവർ പേഴ്സണലൈസേഷൻ, എന്ത് സംഭവിച്ചാലും അതെന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സത്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും അതവിടെ സംഭവിക്കും. എന്നാലും ഇതിനെല്ലാം കാരണം ഞാനാണ് എന്നുള്ള ഒരു തോന്നൽ, ഒരു സെൽഫ് ബ്ലെയിമിങ് എന്നുള്ള, അത് ഒരു പക്ഷേ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. എല്ലാം ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്നത്, മറ്റുള്ളവരെല്ലാവരും ഓക്കെ ആണ്, എല്ലാം എന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അനാലിസിസ് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ തെറാപ്പിയിലൂടെ മാറ്റുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന തോട്ട് പാറ്റേൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ തോട്ട് പാറ്റേൺ ശരിയാണോ, ആ ഒരു തിങ്കിങ് പ്രോസസ് ശരിയാണോ, തിരിച്ച് കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഡയലക്റ്റിക്സിലൂടെ, അല്ലെങ്കിൽ ചില എന്താ പറയാ ആക്ടിവിറ്റീസിലൂടെ, കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ ആക്ടിവിറ്റീസിലൂടെയൊക്കെ എനിക്ക് ഈ പറയുന്ന തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യും. അതേപോലെ ഒക്കുപേഷണൽ തെറാപ്പി. ഇപ്പൊ ഒക്കുപേഷണൽ തെറാപ്പി പറയാനാണെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ 1-2 കേസ് പറഞ്ഞിട്ട് തന്നെ പറയാം. ഒരു കണ്ടക്ട് ഡിസോർഡറിന്റെ കേസ് പറയാം. ഒരു എസ് എന്ന് പറയുന്ന ഒരു കുട്ടി എന്നിരിക്കട്ടെ. കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ, 9 വയസ്സുള്ള കുട്ടി. ഈ 9 വയസ്സുള്ള കുട്ടി കൗൺസിലിങ്ങിന് വരുന്നത്, ഇവള് സ്കൂളിന്റെ ബാത്റൂമിന്റെ വാളില് ഇഷ്ടമില്ലാത്ത കുട്ടികളെ ചേർത്തിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. ഇപ്പോ ഉദാഹരണത്തിന് അഭിഷേക് എന്ന് പറയുന്ന ഒരു കുട്ടിയെ, നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു എന്നുണ്ടെങ്കിൽ അഭിഷേക് ലവ്സ് ശ്രേയ അല്ലെങ്കിൽ കീർത്തി എന്തെങ്കിലും ഒരു പേര് ചേർത്തിട്ട് ഓരോന്ന് എഴുതി വെക്കും. അപ്പോ ഇത് ആരാ എഴുതി വെക്കുന്നതെന്നുള്ളത് സ്കൂളിലെ ആൾക്കാർക്ക് അറിയില്ല. കുറെ തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവരിങ്ങനെ നോക്കിയിരുന്ന ആളെ പിടിച്ചു. ബാത്റൂമിൽ നിന്നല്ല പിടിക്കുന്നത്, തിരിച്ചു ചോക്കുമായിട്ട്, അതായത് ചോക്കും കൊണ്ട് നടക്കരുതെന്നൊക്കെ വരെ അവര് സ്കൂളിൽ റൂൾസ് ഒക്കെ ഇറക്കി, കാരണം ഈ എഴുതുന്നത്. പക്ഷെ ചോക്കുമായിട്ട് 2 പ്രാവശ്യം ഈ കുട്ടിയെ പിടിച്ചു. പക്ഷെ ഇവള് കംപ്ലീറ്റ് ഡിനൈ ചെയ്തു, അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ സ്കൂളിലെ ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം കുട്ടി തന്നെയാണ് ചെയ്തത്. അപ്പോ കുട്ടിയെ കൗൺസിലിങ്ങിന് വന്നു കഴിയുമ്പോൾ വളരെ ഒട്ടും കോപ്പറേറ്റ് ചെയ്യാത്ത ഒരു കേസാണ് ഈ കേസ് എന്ന് പറയുന്നത്. എന്ത് ചോദിച്ചാലും കുട്ടി എനിക്കറിയത്തില്ല ആ ഒരു 9 വയസ്സിന്റെ യാതൊരു നിഷ്കളങ്കതയും ഇല്ലാത്ത രീതിയിൽ അതിനെ ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഒരു പേടിയില്ല. ആള് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിടിക്കപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു പതർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കറിയില്ല, അപ്പൊ നീ ചോക്കുമായിട്ട് വന്നത് അവര് കണ്ടല്ലോ, അതെനിക്കറിയില്ല. അതായത് കണ്ടില്ല, അത് ഒരു ക്വസ്റ്റ്യനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ പറയുന്ന മറുപടികളല്ലാത്ത മറുപടികൾ ചില പ്രശ്നങ്ങളിലേക്ക്, ഫോറൻസിക് ലാംഗ്വേജിലൊക്കെ പറയുന്നത് ചില പ്രശ്നങ്ങളിലേക്കാണ് ഉണ്ട് എന്നുള്ളതിന് നമുക്കുള്ള സൂചനയാണ്. അപ്പോൾ നിന്നെ അവര് കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല മിസ്സേ, അവരെന്നെ കണ്ടില്ല എന്നോ വല്ലതുമാണ് പറയുന്നത്. എനിക്കറിയില്ല എന്നുള്ളതല്ലാതെ കുട്ടി യാതൊന്നും തന്നെ അറിയില്ല. അപ്പൊ അമ്മയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന കുറേ സിംറ്റംസ് ഈ കുഞ്ഞിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കുട്ടിയുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറിയിട്ടുണ്ടായിരുന്നു, കുട്ടിയുടെ ബിഹേവിയറിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒട്ടും തന്നെ ഫോക്കസിങ് ഇല്ലാതെ, അറ്റൻഷൻ ഇല്ല, ക്ലാസ്സിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇവള് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ട്യൂഷന് വിടുന്ന സ്ഥലങ്ങളിൽ മറ്റു കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് അവരെ ശല്യം ചെയ്യാണ്. ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഇവൾക്ക് ഒരു വർഷമായിട്ടുണ്ട്. ഇതൊന്നും പക്ഷെ അവരത്ര
കാര്യമായിട്ട് എടുത്തില്ല. അവസാനം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന് സ്കൂളിൽ നിന്ന് കൗൺസിലിങ്ങിന് വേണം എന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ മാത്രമാണ് അവരത് ശ്രദ്ധിച്ചത്. അപ്പൊ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ കോവിഡിന്റെ ടൈമിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബ് മേടിച്ചു. ഈ ടാബിനകത്ത് നിന്ന് ഇവള് പോൺ വീഡിയോസ് കാണാൻ തുടങ്ങി. അതായത് ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ തുടങ്ങി. അതേപോലെ ഇവളുടെ കൂട്ട് മുഴുവൻ +2 പഠിക്കുന്ന വലിയ കുട്ടികളുമായിട്ടാണ്. ഈ 9 വയസ്സുകാരിയുടെ കൂട്ട് എന്ന് പറയുന്നത് +2 പഠിക്കുന്ന വലിയ കുട്ടികളുമായിട്ടാണ്. ഇങ്ങനത്തെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഒരു പ്രായത്തിനേക്കാൾ ഒരുപാട് മുതിർന്ന കുട്ടികളുമായിട്ട് കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനത്തെ കൂട്ടുകെട്ടുകള് അപ്പൊ വീട്ടില് ഒരു കാര്യങ്ങൾ ഇവള് ശ്രദ്ധിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഫുൾ ടൈം ഈ പറയുന്ന ടാബുമായിട്ടുള്ള ഇതാണ്. അമ്മ തന്നെ കണ്ടിട്ടുണ്ട് ഇത്. അതിനു മുന്നേ അമ്മയുടെ പേഴ്സിൽ നിന്ന് അവള് അമ്മ അറിയാണ്ട് പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതായത് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട്. പിന്നെ അത് അമ്മ വിലക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവളുടെ തന്നെ സാധനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുക, പെൻസില് ബോക്സ് ഇങ്ങനത്തെ ഓരോന്ന് കൊടുത്തിട്ട് തരിക. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നേരത്തെ തന്നെ കുട്ടിക്കുണ്ട്. പക്ഷെ അമ്മ അതൊന്നും അന്ന് കാര്യമാക്കിയിരുന്നില്ല. അപ്പോ ഈ ടാബിൽ നിന്നാണ് ഇവൾക്ക് പ്രോബ്ലം തുടങ്ങുന്നത്. അപ്പൊ ഇവളെ എൻഗേജ് ചെയ്ത് നിർത്തുക, ടാബ് ഒഴിവാക്കണം. ഒപ്പം തന്നെ കുട്ടിയെ മാക്സിമം എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു തെറാപ്പി. കുട്ടിയുടെ കൊഗ്നീഷനിൽ പതുക്കെ നമുക്ക് CBT കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് വേണ്ടുന്നത് ഈ ഒക്കുപേഷണൽ തെറാപ്പിയാണ്. ഇവിടെ നന്നായിട്ട് ഒക്കുപ്പൈഡ് ആക്കി വെക്കുക. ഇവർക്ക് ഒരു ടൈം ടേബിൾ കൊടുക്കുക. ആ ടൈം ടേബിളിനനുസരിച്ച് കൃത്യമായിട്ട് അവിടെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു 4 to 5 months കൊണ്ട് ആളുടെ പ്രോബ്ലം മാറിക്കിട്ടി. അപ്പൊ അങ്ങനെ ഒക്കുപേഷണൽ തെറാപ്പീസ് ഉണ്ട്. ദെൻ ആർട്ട് ആൻഡ് ഡ്രാമ തെറാപ്പി. ആർട്ട് ആൻഡ് ഡ്രാമ തെറാപ്പിയിൽ ഇപ്പൊ അറിയാലോ, നമുക്ക് ആർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും വിഷമങ്ങളെയും മാറ്റിവെക്കാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വലിയ ഒരു ക്യാൻവാസ് ആണ്. അപ്പൊ ഒരു ചിത്രങ്ങൾ, അതായത് ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്രോ എ മാൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ, ഒരു മനുഷ്യനെ വരയ്ക്കുക, നിങ്ങളെ വരയ്ക്കുക, ഏതെങ്കിലും ഒരു ഫാമിലി സിറ്റുവേഷൻ പറഞ്ഞിട്ട് അത് വരയ്ക്കാൻ പറയുക, അവിടെ എന്തൊക്കെ ഒമിഷൻസ് നടന്നു, എന്തൊക്കെ ഡിസ്റ്റോർട്ടഡ് ഇമേജസ് ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡ്രാമ തെറാപ്പിയിൽ ചെയ്യുന്നത് നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഒരു ആളിനെ, ഇപ്പൊ അച്ഛനോടാണ് ഭയങ്കര ദേഷ്യമെങ്കിലും ഓപ്പോസിറ്റ് ചെയറിൽ അച്ഛൻ ഇരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചും കൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ ഇമോഷൻസിനെ മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ടിട്ട് ആളെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാനൊക്കെ പറ്റുന്ന രീതിയാണ്. പിന്നെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസും എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലൂടെ കുറേയൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, മാറ്റാനും സാധിക്കും. പിന്നെ ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി. ഈ ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യന് ജനറ്റിക് ആയിട്ട് തന്നെ ജീവജാലങ്ങളോട്, നമ്മളും എല്ലാം ഈ പ്രകൃതിയുടെ ഭാഗമാണല്ലോ, അപ്പൊ ജീവജാലങ്ങളോട് ബയോഫീലിയ എന്ന് പറയും. നമുക്ക് എല്ലാ ജീവജാലങ്ങളോടും ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് അതിനെ ഒരു തെറാപ്യൂട്ടിക് രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി വരുന്നത്. അപ്പൊ ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി ലെവിൻസൺ പറഞ്ഞെങ്കിലും അത് ആദ്യം ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ ഫ്രോയിഡ് പറഞ്ഞു, ഫ്രോയിഡിനൊരു നായ ഉണ്ടായിരുന്നു. അപ്പൊ ആ നായയുടെ പ്രസൻസിൽ കുട്ടികൾ പ്രത്യേകിച്ച് വരുന്ന കേസസ് ആയിട്ട് വരുന്ന കുട്ടികൾ പ്രത്യേകിച്ച് വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ അവർ ഭയങ്കര കാമായിട്ട് ഇരിക്കുന്നതായിട്ട് ഫ്രോയിഡ് നോട്ട് ചെയ്തു. ഫ്രോയിഡ് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ആനിമൽ തെറാപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഒരു സ്വീകാര്യത, കൺസെപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു സ്വീകാര്യത വന്നത്. പക്ഷെ ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പെറ്റ് ലവിങ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഉദാഹരണം പറയാനാണെങ്കിൽ വീണ്ടും നമുക്ക് സിനിമ തന്നെ എടുക്കാം. വരനെ ആവശ്യമുണ്ടെന്നാണ് ശോഭനയും സുരേഷ് ഗോപിയും കൂടെ ഉള്ള സിനിമയിൽ സുരേഷ് ഗോപിക്ക് കൗൺസിലർ കൊടുക്കുന്നതാണ്, ഒരു പെറ്റ് ഡോഗിനെ വളർത്താനായിട്ട് കൊടുക്കില്ല. അപ്പോ ഒരു വർഷം ഡോഗ് ഒക്കെ ആണെങ്കിൽ 1 വർഷമെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെയാണ് കൊടുക്കുന്നത്. പൂച്ചയൊക്കെ കൊടുക്കും, അതൊരു 6 മാസമൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള പൂച്ചയൊക്കെ ഈ പറയുന്ന ആനിമൽ അസിസ്റ്റഡ് തെറാപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആ ഒരു തെറാപ്പിയുടെ ആ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് ഈ കൗൺസിലിംഗ് ആൾക്കാർ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നീട് അവർക്ക് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ കൊടുത്തിട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ ഉപയോഗിച്ചിട്ട് ഈ ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി ചെയ്യാറുണ്ട്. ദെൻ ഫാമിലി തെറാപ്പി. ഇപ്പോ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി മാത്രം നിലകൊണ്ടുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയാളുടെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ, അയാൾ ഇപ്പൊ അസോസിയേറ്റ് ചെയ്യുന്ന ഫാമിലി എൻവയൺമെന്റിൽ ഒക്കെ ഇതിനുള്ള ഇയാളുടെ ഈ പ്രോബ്ലത്തെ
ട്രിഗർ ചെയ്യാനുള്ള സീഡ്സ് ഈ എൻവയൺമെന്റിലെല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു വ്യക്തിയെ മാത്രം തെറാപ്പിക്കോ കൗൺസിലിങ്ങിനോ വിധേയമാക്കിയത് കൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും ഒരു 99% പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്കവിടെ ഫാമിലി തെറാപ്പി കൂടുതലും ഈ മാരേജുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ ഉപയോഗിക്കും. കുട്ടികളുടെ കേസിലാണെങ്കിലും ചിലപ്പോൾ നമുക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈ പറയുന്ന തെറാപ്പിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഫാമിലി തെറാപ്പി യൂസ് ചെയ്യും. ദെൻ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, അതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആ ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി കിട്ടുന്നത്. ദെൻ ഔട്ട്ഡോർ തെറാപ്പി ഉണ്ട്. പുറത്തേക്ക് പോയിട്ട് നേച്ചർ വാക്ക് ഒക്കെ പോലെയുള്ള കാര്യങ്ങളിലൂടെ അതിനുള്ള ഒരു ഉദാഹരണം ഹോം സിനിമയിൽ ആ ഒരു കൗൺസിലർ പുറത്ത് നിന്ന് കുറെ എക്സസൈസ് ചെയ്യിക്കുക, ഇന്ദ്രൻസിന്റെ ഒപ്പം കുറെ ദൂരം നടക്കുക, ഈ ഒരു സമയത്തൊക്കെ ആ ഒരു കൗൺസിലിംഗ് സെഷൻസും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഔട്ട്ഡോർ തെറാപ്പീസ് ചെയ്യാറുണ്ട്. ദെൻ മ്യൂസിക് തെറാപ്പി, ഡെഫിനറ്റ്ലി മ്യൂസിക്കിനൊരു എന്താ പറയുക, ദർ ഇസ് എ മാജിക് ഇൻ മ്യൂസിക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈവൻ ഡിസീസസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വരെ മ്യൂസിക് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിനെ ഏറ്റവും ശാന്തമാക്കാനും മനസ്സിനെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പോ ഈ പോലീസൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കേസിൽ നമ്മുടെ നാട്ടിൽ അത്രയും ഉപയോഗിക്കുന്നില്ല, പക്ഷെ പുറം രാജ്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു സൈക്കിക് ആക്കത്തക്ക രീതിയിലുള്ള മ്യൂസിക് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് ഉള്ളത് പറയിപ്പിക്കും. അതായത് ഇത് എങ്ങനെയും ഒന്ന് നിർത്തുമോ, ഞാൻ സത്യം പറയാം എന്നുള്ള രീതിയിലേക്ക് സത്യം പറയിപ്പിക്കാൻ വരെ ഈ പറയുന്ന ബീറ്റ്സ്, പല രീതിയിലുള്ള ബീറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതേപോലെ തന്നെ മ്യൂസിക് തെറാപ്പിക്ക് വളരെ കാമായിട്ടുള്ള മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് മൈൻഡ്ഫുൾനെസ്സിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, മെഡിറ്റേഷനിൽ യൂസ് ചെയ്യുന്ന കാര്യമാണ്. മ്യൂസിക് ഉപയോഗിച്ചിട്ട് മനസ്സിനെ കാമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള, അതിന് പറ്റുന്ന പാറ്റേൺസ്, അതിന് ചേരുന്ന രാഗാസ്, അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന മ്യൂസിക് തെറാപ്പി ചെയ്യുന്നത്. ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കുമേ. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചിട്ട് വളരെ നല്ല സംഗീതത്തിലും കൂടെ പ്രാഗൽഭ്യമുള്ള ആളുകളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മ്യൂസിക് തെറാപ്പി ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫാമിലി തെറാപ്പിയിൽ പറയേണ്ട 1-2 കാര്യങ്ങളാണ്. പേരന്റൽ റോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കൗൺസിലിംഗ്, അഡോളസെന്റ് കൗൺസിലിങ്ങിലും അഡോളസെന്റിന്റെ ബിഹേവിയർ മോഡിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേരന്റിന്റെ റോൾ എന്ന് പറയുന്നത്. കൂടുതലും നമ്മള് ഫ്യൂച്ചറിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതായത് ഒരു കുട്ടി നാളെ ഒരു ഭാര്യയായി, നാളെ അല്ലെങ്കിൽ ഒരു ഭർത്താവായി, അല്ലെങ്കിൽ അച്ഛനായി, അമ്മയായി ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ പേരന്റിങ്ങിൽ നിന്നാണ്. വീണ്ടും നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ തിയറിയിലേക്ക്, നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച തിയറിയിലേക്ക് പോകുമ്പോൾ പേരന്റ് ഈഗോ, അഡൾട്ട് ഈഗോ, ചൈൽഡ് ഈഗോ, പാക്ക് മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാം നമ്മുടെ ആ പേരന്റ് ഈഗോ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ നമ്മളുടെ അധ്യാപകരിൽ നിന്ന്, മുതിർന്നവരിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്നൊക്കെ നമ്മൾക്ക് കിട്ടിയ കുറെ കാര്യങ്ങളിൽ നിന്നാണ് ആ ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റ് നമ്മളുടേത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രമല്ല, അതൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട്. പിന്നെ ഒരു പേരന്റൽ റോൾ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അഡോളസെന്റ് സ്റ്റേജിലോട്ടുള്ള ഒരു കുട്ടി കൗൺസിലിങ്ങിന് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു പേരന്റിന്റെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ പേരന്റിന് കൊടുക്കേണ്ടുന്ന ഒരു കൗൺസിലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കേസും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ കേസസ് തൽക്കാലം നിർത്താൻ പറ്റുക. ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് ഡിഗ്രി ഫൈനൽ ഇയർ, അവള് കോളേജിൽ നിന്ന്, ഒരു വിമൻസ് കോളേജാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ
ഹലോ സാറേ. ഹലോ സാർ, ടീച്ചർ ആ കട്ടായി തോന്നല്ലേ? ടീച്ചർ കട്ടായി പോയിരുന്നു. റേഞ്ച് എന്തോ പ്രശ്നമായെന്നാ തോന്നുന്നത്. ഓ ശരി ശരി, അപ്പൊ കയറുമായിരിക്കും ഇപ്പൊ. വെയിറ്റ് ചെയ്യാം. കയറുമോ നോക്കാം നമുക്ക്. ഓ ഓ ശരി ശരി. സാറേ, ടീച്ചറെ ഒന്ന് വിളിച്ചു നോക്കൂ സാറേ. സാറേ, ടീച്ചറിനെ വിളിച്ച് ടീച്ചർ ഇപ്പൊ കയറാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. സാറേ കേൾക്കാവോ? കേക്കാം ടീച്ചറെ, കേക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കേസിന്റെ കാര്യമായിരുന്നു. അപ്പോ ആ കുട്ടി ഈ സിസ്റ്റർ പുറത്ത് സ്ലൈഡ് ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാൻ ടീച്ചറെ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. അപ്പോ നേരത്തെ സ്ലൈഡ്. ഇപ്പൊ സിസ്റ്റർ പുറത്ത് നിന്ന സമയത്ത് ഇവള് നൈസായിട്ട് ഈ ലെറ്റർ കൊടുത്തിട്ട് സിസ്റ്റർ എന്തോ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ നിൽക്കുന്ന വാച്ചറെ അല്ലെങ്കിൽ ആ മനുഷ്യനെ ധരിപ്പിച്ചു സിസ്റ്റർ എനിക്ക് പെർമിഷൻ തന്നതാണ്. അങ്ങനെയാണ് ഇവള് പോകുന്നത്. ഇവള് പുറത്ത് പോയി കഴിഞ്ഞിട്ടാണ് പെട്ടെന്നാണ് സിസ്റ്റർക്ക് ഒരു കോൺഷ്യസ്നെസ് വരുന്നത്, ഇതെന്താ എന്റെ കയ്യില് എന്ന് നോക്കുമ്പോൾ മനസ്സിലായി ഈ ഒരു ലെറ്റർ തന്നിട്ട് ഒരു കുട്ടി പെട്ടെന്ന് പോയിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായിട്ടാണ് സിസ്റ്റർ തിരിച്ച് ഈ നമ്പറിലേക്ക് വിളിക്കുന്നത്. പക്ഷെ ബുദ്ധി ഉണ്ടായിരുന്നു, ഈ കൂടെ പോയ പയ്യന്റെ നമ്പർ തന്നെയാണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പോ കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എന്നുള്ളത് കൊണ്ടാവണം. അപ്പോ ഈ കുട്ടിക്ക് ഇത്രയൊക്കെ പ്രശ്നമെന്ന് നമുക്ക് തോന്നുമെങ്കിലും കുട്ടിയുടെ പേരൻസുമായിട്ടും ബ്രദറുമായിട്ടും സംസാരിച്ചു കഴിയുമ്പോൾ ശരിക്കുള്ള പ്രോബ്ലം കിടക്കുന്നത് പേരന്റിങ്ങിലാണ്. അതായത് ഈ ചേട്ടനാണ് ഇവൾ ആരോട് സംസാരിച്ചാലും ഉടനെ തന്നെ അത് വേറൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് അമ്മയെ ധരിപ്പിച്ചിട്ട് അമ്മ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ചേട്ടൻ എത്ര നേരം വേണേലും മൊബൈൽ യൂസ് ചെയ്യാം, ഇവളെ മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ ബ്രദറിന്റെ ഓവറായിട്ടുള്ള ഒരു ഇന്റർഫറൻസും ഒപ്പം തന്നെ അമ്മയുടെ ഒരു ഭയങ്കര കൺട്രോളും ഒക്കെ കൂടെയാണ് ഈ കുട്ടിക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ഇവള് വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയാലും ഇവളെ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ഒപ്പം ആൾക്ക് OCDയുടെ ഒരു ചെറിയ പ്രശ്നവും ഈ പെൺകുട്ടിക്ക് കിടക്കുന്നുണ്ട്. വീട് വൃത്തിയാക്കുക എന്നുള്ള ഒരു കാര്യമല്ലാതെ വേറൊരു കാര്യത്തിലും അവളെ വീട്ടുകാരെ ഇൻവോൾവ് ചെയ്യിക്കാറുമില്ല. അപ്പൊ അതെന്താണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അവൾ എന്ത് ചെയ്താലും ശരിയാവില്ല.
ഇങ്ങനെ പറയും. അപ്പൊ ചെറുപ്പം മുതലേ എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ള ഒരു തോന്നല്, ഇവളുടെ അപ്പിയറൻസിനെ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചേട്ടൻ മാത്രമാണ് എല്ലാത്തിനും നല്ലത്, ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേരന്റിങ്ങിൽ വന്ന ഒരു വലിയ പ്രോബ്ലം ആണ്. അച്ഛന് വോയിസേ ഇല്ല കേട്ടോ, അച്ഛന് സംസാരിക്കാൻ അറിയാമോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. ആ രീതിയിൽ അച്ഛനെ അങ്ങനെ അടിച്ച് താഴ്ത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫാമിലി എൻവയൺമെന്റ് ആണ് ശരിക്കും ഈ കുട്ടി ഈ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അവൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു അഫെക്ഷൻ വേണം. അവൾക്ക് ആഗ്രഹമുണ്ട് ചേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, പക്ഷെ അവൻ സമ്മതിക്കില്ല. ചേട്ടന്റെ കൂടെ ഒന്ന് പുറത്തു പോകണം, അതിന് ബ്രദർ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ കൂടെയുള്ള കുട്ടികൾ അവരുടെ ബ്രദേഴ്സിന്റെ ഒപ്പം പോകുന്നത് പോലൊക്കെ ഒന്ന് ചില്ലാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും സമ്മതിക്കാത്ത ഒരു ബ്രദർ. അപ്പോൾ ആ ബ്രദറും അമ്മയുടെ ഈ ഒരു പേരന്റിങ്ങിൽ ഉണ്ടായ കുറെ പ്രോബ്ലങ്ങളും അച്ഛന് വോയിസ് ഇല്ലാത്ത ഒരു എൻവയൺമെന്റും ഒക്കെ കൂടെയാണ് ഈ കുട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ പേരന്റിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പറയുന്ന വാക്കുകളും ഈവൻ ചില നോട്ടങ്ങളും ഒക്കെ പോലും കുട്ടികൾ വളരെ തരും. അപ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യം, നമ്മളിങ്ങനെ എല്ലാം പൊതിഞ്ഞ് തന്നെ കുട്ടികളെ വളർത്തണോ? അല്ല, ചെറിയ ചെറിയ അങ്ങനെ ഒരുപാട് ടേക്ക് കെയർ ചെയ്ത് അധ്യാപകര് വഴക്ക് പറയാതെ, വീട്ടിൽ വഴക്ക് പറയാതെ ഇങ്ങനെ വളർത്തുന്നതിന്റെ പ്രശ്നമാണ് നമ്മൾ ഈ പറയുന്ന ഒരു മെന്റൽ ഹെൽത്തും ഇല്ലാതെയായിട്ട് കുട്ടികൾ വളരാനുള്ള ഒരു കാരണം. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സിറ്റുവേഷൻസ് കൊടുക്കണം, ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും വളർത്തി വരുന്ന കൂട്ടത്തിൽ തന്നെ കൊടുക്കണം. ഏറ്റവും ഒരു നിസ്സാര ഉദാഹരണം പറയാം, വാശി പിടിച്ച് കാര്യങ്ങൾ സാധിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഈ വാശി പിടിച്ച് കാര്യങ്ങൾ സാധിക്കാം എന്നുള്ള തോട്ട് കുട്ടിക്ക് എവിടുന്നാ വരുന്നത്? അത് വരുന്നത് ശരിക്കും ഇൻഫാൻസിന്നാണ്. ഇൻഫാൻസിയില് ചിലപ്പോ കുഞ്ഞ് കരഞ്ഞാല് ശ്വാസം നിർത്തിയൊക്കെ കരയും. അപ്പം കുഞ്ഞിന് പ്രശ്നം ഉണ്ടാവോ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവോ എന്ന് കരുതിയിട്ട് കുഞ്ഞിനെ കരയിപ്പിക്കാതെ നോക്കുക. അല്ലെങ്കിൽ കുഞ്ഞ് എന്തെങ്കിലും കരയുന്ന സമയത്ത് അല്ലെങ്കിൽ വഴക്കിടുന്ന സമയത്ത് നമ്മുടെ ജോലി അങ്ങ് നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ കാര്യം അങ്ങ് സാധിച്ചു കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, നീ കരഞ്ഞാൽ, നീ വഴക്കിട്ടാൽ ഈ കാര്യം നടന്നു കിട്ടും. സാർ ഹലോ. ടീച്ചറെ കേൾക്കുന്നുണ്ട് ടീച്ചറെ. സാറേ, ഞാൻ മൊബൈലിൽ നിന്ന് അങ്ങ് ജോയിൻ ചെയ്തേതേ, കാരണം ലാപ്ടോപ്പിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയി പോകുന്നു. ശരി ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ആ ഒരു അഗ്രഷന്റെ കാര്യം. അഗ്രഷന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അത് നമ്മുടെ പേരന്റിങ്ങിലാണ്.
കാരണം കുട്ടി ഒന്ന് തട്ടി വീണു, നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക, നമ്മൾ ആ ചെയറിനിട്ട് 2 അടി കൊടുക്കും. കണ്ടോ എന്റെ കുഞ്ഞിനെ ഉരുട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. കുട്ടിയുടെ തെറ്റാണ് ജീവനില്ലാത്ത ആ ചെയർ അവിടെ കിടക്കുന്നത് ശ്രദ്ധിക്കാതെ ഉരുണ്ട് വീണത് എന്നുള്ള രീതിയിലേക്ക് അവന്റെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ മാറ്റുന്നേയില്ല. നമ്മൾ പകരം ചെയ്യുന്നത് ഒരു തെറ്റും ചെയ്യാൻ കഴിവില്ലാത്ത നിർജീവമായ ആ ചെയറിനിട്ടിട്ട് 2 അടി കൊടുക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് കാറ് കൊണ്ടുവന്ന് വേറൊരു കാറിൽ ഇടിച്ചിട്ട് ഇവൻ പുറത്തിറങ്ങിയിട്ട് മുന്നിലത്തെ കാറുകാരനെ 2 അടി കൊടുക്കുന്നത്. അപ്പോ എന്റെ കുറ്റം കൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നീഷൻ തന്നെയാണ്, ആ തോട്ട് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് നമ്മൾ കുട്ടികളെ എത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പേരന്റിങ്ങിന് ഓരോ നിസ്സാരമായ ഓരോ ബിഹേവിയറിന്റെ കാര്യത്തിലും വളരെയധികം പ്രാധാന്യമാണ്. പിന്നെ അടുത്ത ഒരു സ്ലൈഡ് പറയാനായിട്ടുണ്ടായിരുന്നത് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ് ആയിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഈ വലിയ തെറാപ്പികളൊക്കെ അല്ലാതെ നമുക്ക് എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചെയ്യാമെന്ന് വേഗം അങ്ങ് പറയാം. ഒന്നെന്ന് പറയുന്നത് ക്യാൻഡി ഗെയിം ആണ്. ക്യാൻഡി ഗെയിം എന്ന് പറയുമ്പോൾ കുട്ടികളെയാണല്ലോ നമ്മളിപ്പോ ഈ കൗൺസിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പല നിറത്തിലുള്ള ക്യാൻഡീസ് ഒരു ബോക്സിലിടും. ഓരോ കളറിനും, ആ ക്യാൻഡിയുടെ ചുവപ്പാണെങ്കിൽ ദേഷ്യം, ബ്ലൂ ആണെങ്കിൽ എന്താ പറയാ നിരാശ, അങ്ങനെ എന്തെങ്കിലും ഓരോ കളറിനും ഓരോ ഇമോഷൻ നമ്മൾ കൊടുക്കും. എന്നിട്ട് കുഞ്ഞ് ഈ പറയുന്ന ബാഗിൽ നിന്ന് ഏത് കളർ ക്യാൻഡിയാണോ എടുക്കുന്നത് ആ ഇമോഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കുട്ടി പറയും. അപ്പൊ അങ്ങനെ കുട്ടി ഓരോ ഇമോഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പറയുന്നതിൽ നിന്ന് നമുക്ക് കുട്ടിയുടെ പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അതായത് ഉള്ളിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ആ ഇമോഷൻസിനെ ഫീലിങ്സിനെ ഒക്കെ നമുക്ക് പുറത്തേക്ക്, ആ സംഭവങ്ങൾ ആരുടെയും പറയുമ്പോൾ അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ തീവ്രത ഭയങ്കരമായിട്ട് കുറയും. ഇതിങ്ങനെ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോഴാണ് അത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് പറയിക്കാനുള്ള തനിയെ പറഞ്ഞില്ലെങ്കിൽ പറയിക്കാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് കൊടുക്കാം. അപ്പൊ ഇതൊരു കളി എന്നുള്ള രീതിയിലാവുമ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി അടുത്ത ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ എന്താ പറയണ്ടേ, ഏത് സംഭവം പറയണ്ടേ, ഇങ്ങനെ ആലോചിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, അതൊരു ഗെയിം എന്നുള്ള രീതിയിൽ അവരുടെ ഉള്ളിലുള്ള ആ സംഭവങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. അതാണ് ക്യാൻഡി. പിന്നെ ഉള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് സ്കാവഞ്ചർ ഹണ്ട് എന്ന് പറയുന്നതാണ്. അതായത് ഒരു മുറിയിലുള്ള ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ, ചേച്ചിയുടെ ഫോട്ടോ ഉണ്ട്, അപ്പൊ ചേച്ചിയോട് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ, ചേച്ചി എനിക്ക് ചെയ്തു തന്ന ഒരു സഹായം, എന്നെ നോക്കിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഫോട്ടോ ഉണ്ട്, ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം, ഇങ്ങനെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അപ്പോഴും എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നന്മകള്, മറ്റുള്ളവർ നമുക്ക് ചെയ്ത സഹായങ്ങള്, ഇതൊക്കെ ഓർത്തെടുക്കുമ്പോഴും നമ്മളുടെ ഉള്ളില് ഒരു മാറ്റം, നമ്മളുടെ വിഷമങ്ങൾക്കൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഇങ്ങനെ ഹണ്ടൊന്നും വേണ്ട, നമ്മളിരുന്ന് ഓർത്തെഴുതിയാലും മതി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി കീപ്പ് ചെയ്താൽ മതി. എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ആരൊക്കെയാ ചെയ്തു തന്നത് എന്നത് ഓർത്തെഴുതിയാലും മതി. അങ്ങനെ ഓർത്തെഴുതുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ്നെസ് നിറയാനായിട്ട് വരും. പിന്നെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, പ്രത്യേകിച്ച് ഈ അഡോളസന്റ് സ്റ്റേജിലെ കുട്ടികളെയും ചെറിയ കുട്ടികളെയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കൗൺസിൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു തെറാപ്പിക് ടെക്നിക്കാണ് ബ്ലാസ്റ്റിംഗ് ബലൂൺസ് അല്ലെങ്കിൽ എക്സ്പ്ലോഡിംഗ് ബലൂൺസ് എന്ന് പറയും. അപ്പൊ അതായത് 2 ബലൂൺ എടുക്കും, ഒരു ബലൂണ് കൗൺസിലർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് കയ്യിൽ വെക്കും, ഒരു ബലൂണ് ക്ലയന്റിന് കൊടുക്കും. എന്നിട്ട് ക്ലയന്റ് ഇങ്ങനെ അവന് വിഷമം വന്നത്, ദേഷ്യം വന്നത്, ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൗൺസിലർ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എയർ നിറച്ചുകൊണ്ടിരിക്കും. കൗൺസിലറുടെ കയ്യിലുള്ള ബലൂണിൽ എയർ നിറച്ച് ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഈ ബലൂൺ അങ്ങ് പൊട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാണ്, ഇങ്ങനെ ദേഷ്യവും നെഗറ്റീവ് ഇമോഷൻസും നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഈ ബലൂണിനെ പോലെ അങ്ങ് പൊട്ടിപ്പോകും. അപ്പൊ അതിന് വേണ്ടുന്നത് എന്താണ്, ഇനി ഈ വിഷമങ്ങളും ദേഷ്യങ്ങളും ഒക്കെ പറയുമ്പോൾ എയർ നിറച്ചോളാൻ ക്ലയന്റിനോട് പറയും. ഇടയ്ക്ക് അവനെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ കൗൺസിലർ ഇങ്ങനെ പറയുമ്പോൾ ആശ്വാസം കിട്ടുന്നെങ്കിൽ കുറച്ച് എയർ പുറത്തേക്ക് വിടാൻ പറയും. അപ്പൊ ഈ ബലൂൺ എന്ത് ചെയ്യില്ല, പൊട്ടില്ല. അപ്പൊ ഈ ബലൂൺ ഊതി നിറയ്ക്കുന്നതിലൂടെ ആ ഇമോഷൻ ഒരു ആക്ടിവിറ്റി ആയിട്ട് അതിലേക്ക് നിറയും. അപ്പൊ ഉള്ളിലത്തെ ആങ്കർ ആണ് അതിലേക്ക് നിറയുന്നത്, കുറെ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള എക്സ്പ്ലോഡിംഗ് ബലൂൺസ് പോലെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഈ ഇമോഷൻസ് പറയിപ്പിക്കാനും കുറേയൊക്കെ ആ ഫ്രസ്ട്രേഷൻസ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. പിന്നുള്ളത് ഹോപ്പ് ആൻഡ് ഫിയർ ട്രീ ആണ്. അതായത് ഒരു മരം ഒരു വലിയ ചാർട്ട് പേപ്പറിൽ വരയ്ക്കുക, മരത്തിന്റെ ഇലകളിലെല്ലാം നമ്മളുടെ ഹോപ്സ് ആണ്, നമ്മളുടെ പ്രതീക്ഷകളൊക്കെ ഈ ഇലകളായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക. എനിക്ക് ഒരു ടീച്ചർ ആവണം, എനിക്ക് ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടണം, എനിക്ക് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടണം, ഇങ്ങനെയുള്ള നിങ്ങളുടെ പ്രതീക്ഷകള്
നിങ്ങൾ ആ ഇലകളായിട്ട് എഴുതുക. സെറ്റ് ക്രാക്ക് ചെയ്യണം, നെറ്റ് ക്രാക്ക് ചെയ്യണം, സീറ്റെറ്റ് ക്രാക്ക് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ ഹോപ്സ് എല്ലാം ഇലകളായിട്ട് വരും. ഇനി താഴെ നമ്മൾ കുറെ വേംസിനെ ഉണ്ടാക്കിയിടും. ആ വേംസിനാണ് നമ്മളുടെ ഫിയർ. അയ്യോ, എനിക്കൊരു 20 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമാണ്, എന്റെ ടീച്ചിങ് സ്കിൽസ് അത്ര നല്ലതാണോ എന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫിയേഴ്സിനെ എല്ലാം വേംസ് ആയിട്ട്. ഇവിടെ നിന്ന് നമ്മളുടെ പ്രതീക്ഷകളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ മേളിലേക്ക് കൊടുക്കുകയും ഈ വേംസിനെ, നമ്മുടെ ഫിയേഴ്സിനെ എല്ലാം നമ്മൾ പതുക്കെ പതുക്കെ ഇല്ല. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആവുകയാണ് നമ്മളുടെ ഹോപ്സ് എന്താണ്, നമ്മളുടെ ഫിയേഴ്സ് എന്താണ്. ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് നമ്മളുടെ ഒരു സെൽഫ് അസസ്മെന്റ് ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ദെൻ സെൽഫ് എസ്റ്റീം മിറർ, ഒരു കണ്ണാടിയിൽ നമ്മളുടെ ഒരു രൂപം ഏകദേശം വരച്ചു വെച്ചിട്ട് നമുക്കുള്ള പോസിറ്റീവ്സ് എല്ലാം അതിലിങ്ങനെ പല കളേഴ്സ് കൊണ്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിയിൽ പോയിട്ട് നോക്കുക. അപ്പൊ ഇത്രയും പോസിറ്റീവ്സ് ഉള്ള ആളാണ് ഞാൻ എന്നുള്ളത് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ലെറ്റർ ഫ്രം മൈ ഫ്യൂച്ചർ സെൽഫ്, അതായത് ഭാവിയിലായ, അതായത് വളരെ നല്ലൊരു ടീച്ചറായി, റെപ്യൂട്ടഡ് ടീച്ചറായി, രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ, ബെസ്റ്റ് ടീച്ചർക്കുള്ള അവാർഡൊക്കെ മേടിച്ച് നിൽക്കുന്ന ഞാൻ എനിക്ക് എഴുതുന്ന ഒരു കത്ത്. അപ്പൊ നമ്മളുടെ എന്താണോ ആസ്പിറേഷൻ, ആ ആസ്പിറേഷനിൽ നമ്മൾ എത്തി നിന്നുകൊണ്ട് നമുക്ക് എഴുതുന്ന ഒരു കത്ത്. അപ്പൊ നമ്മൾ അത്രയും നമ്മളുടെ ആ പ്രതീക്ഷകളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ അങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ ഭയങ്കര നല്ലതാട്ടോ. ഉറങ്ങുമ്പോഴല്ല, ഉണർന്നിരുന്നുണ്ട്. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ ഉണർന്നിരുന്നുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾ തന്നെ സ്വപ്നം കാണാം, മെറിറ്റ് ഡേക്ക് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾ നിന്നിട്ട് ആ സമ്മാനം സുനീത് സാറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മേടിക്കുന്നു, അല്ലെങ്കിൽ അന്ന് വരുന്ന ചീഫ് ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, എല്ലാവരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ ഗോൾസ് ആണോ ഉള്ളത് ആ ഗോൾസിനെ എല്ലാം നമ്മൾ ബോധപൂർവം ഡ്രീമിലൂടെ കാണുക. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനകത്ത് ഒരു ടെക്നിക്കായിട്ട് അത് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇങ്ങനെ ആ ഒരു ഡ്രീം കാണുന്നതിലൂടെ നമ്മളുടെ മനസ്സ്, നമ്മുടെ മനസ്സാണല്ല, ആ മനസ്സ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ തരും. യോഗ ആൻഡ് മെഡിറ്റേഷൻ ഒബ്വിയസ്ലി നമ്മളുടെ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. നമ്മുടെ ബ്രെയിനും ആ ന്യൂറൽ നെറ്റ്വർക്കും നമ്മുടെ ഹോർമോൺസും ഒക്കെയാണ് നമ്മുടെ ഈ ബിഹേവിയറിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യോഗയ്ക്കും മെഡിറ്റേഷനും ഈ പറയുന്ന ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് സാധിക്കും. അതുപോലെ ചില മുദ്രാസ് ഒക്കെ ഉണ്ട്. ആ മുദ്രാസ് ഒക്കെ റെഗുലർലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളുടെ, അതായത് ചില നെർവ് എൻഡുകളാണ് ഇങ്ങനെ മുട്ടുന്നത്. ഓരോ മുദ്രകൾ ചെയ്യുന്ന സമയത്ത് ഓരോ നെർവ് എൻഡുകളാണ്, കണ്ടോ, ഈ എൻഡ് ഇങ്ങനെ ഈ എൻഡുകൾ മുട്ടുന്ന സമയത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് റെഗുലർ ആയിട്ട് ചെയ്യണം. ചെയ്താൽ മാത്രമേ ആ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചില മുദ്രകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ദെൻ റിലാക്സേഷൻ ടെക്നിക്സ്, അതായത് മസ്കുലർ, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് സ്ലോ ആയിട്ട് റിലാക്സ് ചെയ്യുക. ഇങ്ങനെയുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജേർണലിംഗ്, ഓരോ കാര്യങ്ങളും, നമ്മളുടെ ഓരോ അനുഭവങ്ങളും, പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ നമുക്ക് എഴുതി വെച്ചിട്ട് ജേർണലിംഗ് ചെയ്യാം. മോഡലിംഗ്, നിങ്ങൾക്ക് ഒരു നല്ല ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീച്ചറെ, അല്ലെങ്കിൽ കുറെ ടീച്ചേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സക്സസ്ഫുൾ ആവാനുള്ള കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും. ഈ ക്വാളിറ്റീസിനെയൊക്കെ മോഡൽ ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് കുറെ മോഡിഫിക്കേഷൻസ്. അപ്പൊ ഇതേപോലെ ഈ ഒരു കൗൺസിലിംഗ് ഈ ടെക്നിക്കുകളൊക്കെ പോകുന്നു, നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നു, കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ ഈ സമയത്ത് കുറെ എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസസിലൊന്നും നിങ്ങൾക്ക് അത് ആരാന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനേ പറ്റില്ല. ആ രീതിയിലാണ് നമ്മൾ ആ കേസ് പറയുന്നത്. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇന്ന കോളേജിലെ ഇന്ന കുട്ടി, അല്ലെങ്കിൽ ഇന്ന സ്കൂളിലെ ഇന്ന കുട്ടി, ഇന്ന രീതിയിലേ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫോംഡ് കൺസെന്റ് നമ്മൾ മേടിച്ചിട്ട് വേണം ഈ കൗൺസിലിംഗ്. സ്കൂളിൽ അത് പ്രശ്നമല്ല, മീൻസ് ടീച്ചേഴ്സ് കൗൺസിൽ ചെയ്യുമ്പോൾ അത് പ്രശ്നമല്ല. പക്ഷെ ഒരു ഒഫീഷ്യൽ കൗൺസിലർ റിലേഷൻഷിപ്പിൽ ഈ കൺസെന്റ് വേണം. അതേപോലെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു വിഭാഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരിക്കലും കൗൺസിലിംഗ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ആ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യണം. അതേപോലെ ഒരു മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരമുള്ള ആ ഒരു എന്താ പറയുക, വിശ്വാസവും ബന്ധവും ബഹുമാനവും ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി ഈ ഒരു രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത് കൊണ്ട് കുട്ടികളുടെ ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ പറഞ്ഞ ഔട്ട് ബേസ്റ്റുകളൊക്കെ ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് അമിതമായ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിലൊക്കെ കുറേ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ട്രോമാസ്, അതായത് ട്രോമയൊക്കെ കൂടുതലും അഡോളസൻസിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസിനൊക്കെയാണ് ഈ ട്രോമാസ് ഒക്കെ വരിക. പിന്നെ ആക്സിഡന്റ്, ഏതെങ്കിലും ആക്സിഡന്റ് വിക്ടിം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന വണ്ടി ഒരാളെ ചെന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ,
ഇതൊക്കെ ഒരു ട്രോമ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ട്രോമയിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൗൺസിലിങ്ങും തെറാപ്പീസും ഒക്കെ സഹായിക്കും. അതുപോലെ ഒരു സെൽഫ് കമ്പാഷൻ ഡെവലപ്പ് ചെയ്യാൻ, സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യാൻ, ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ നല്ലതാക്കാൻ, അതേപോലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ, വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാത്ത ആരുമില്ല, അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നു, അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ആ കോപ്പിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് നമ്മളെ സഹായിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ചില നുറുങ്ങുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ നോക്കാം, ഇല്ലെങ്കിൽ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സാർ, സാറേ, ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചറെ ഡൗട്ട് ഒന്നും ഇല്ല, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. അപ്പൊ അതെ, ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ഇതാ സാർ. സാർ സമയം ഒരുപാടായല്ലോ, അവര് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും. സാറേ, അപ്പോ നന്ദി. അടുത്ത നമ്മുടെ ഈ വെബിനാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ആതിരേനെ ക്ഷണിച്ചോളൂ. ഹലോ സാർ, കേക്കാവോ? ഹലോ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാർ സുനിൽ കുമാർ സാർ, അതുപോലെ നമ്മുടെ പ്രോഗ്രാം കൺവീനർ സാനിബ് സാർ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ വി ലക്ഷ്മി മാം, പിന്നെ മറ്റ് അധ്യാപക വിദ്യാർത്ഥികളെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മണിക്കൂർ വെബിനാർ സെക്ഷനിൽ അഡോളസെന്റ് കൗൺസിലിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ലക്ഷ്മി ടീച്ചർ നമുക്ക് വളരെ പ്ലസന്റ് ആയ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്നു. അപ്പം നമ്മുടെ ഈ അഡോളസെന്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമുക്ക് കുട്ടികളുടെ മാനസികാരോഗ്യം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, അതുപോലെ ഏതെല്ലാം കുട്ടികൾക്കാണ് ഇങ്ങനെ കൗൺസിലിങ്ങിന് നമ്മൾ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ടീച്ചർ നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുത്തു തന്നു. അതുപോലെ നമ്മൾ തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനും നമുക്ക് സാധിക്കുന്ന രീതിയിലായിരുന്നു ടീച്ചറുടെ ക്ലാസ്. അതുപോലെ കുട്ടികളിലെ ഒരു അധ്യാപക വിദ്യാർത്ഥികളാണ് നമ്മൾ. അപ്പൊ നമുക്ക് കുട്ടികളിലെ എങ്ങനെ ഇത്തരത്തിലൊരു കൗൺസിലിംഗ് നടത്താം, അതിനു വേണ്ടിയുള്ള ടൂൾസ് എന്തൊക്കെയാണ്, ടെക്നിക്സ്, അതുപോലെ കുറെ തെറാപ്പീസിനെ പറ്റി, ഗെയിംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നു. അപ്പം ഇത്രയും നല്ല രീതിയിൽ ടീച്ചറെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഞങ്ങൾ മാർ ബസേലിയസ് കുടുംബത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്താണ്. അതുപോലെ ഇങ്ങനെ ഒരു ക്ലാസ് ഒരുക്കി തന്ന സുനിൽ സാറിനും എന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രോഗ്രാം കൺവീനർ, മറ്റ് അധ്യാപകരെ, ഈ വെബിനാർ സെക്ഷനിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ടീച്ചർ, ഓക്കെ. താങ്ക് യു ടീച്ചർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. ഓക്കെ.